നമസ്കാരം. ജീവിതം ഒരു അവസാനമില്ലാത്ത യാത്രയാണ്. ആ യാത്രയിൽ കൂടെ ഉണ്ടാകേണ്ടവരാണ് ബന്ധുക്കൾ. ചാണക്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വിശ്വാസമില്ലാത്ത ബന്ധം ഒരു കൗശലം കൂടിയ ശത്രുവിനേക്കാൾ ഭയാനകമാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളാവാൻ പാടില്ല, പക്ഷേ എല്ലാ ബന്ധവും നന്മയാകില്ല. ചിലത് ജീവന്റെ രഹസ്യങ്ങളെക്കാൾ വലിയ പാഠങ്ങൾ പഠിപ്പിക്കും. ഒരു ചാണക്യൻ ജീവിച്ചിരുന്ന കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ ആസ്പദമാക്കിയാണ് അദ്ദേഹം തന്റെ ശ്ലോകങ്ങളിൽ രചിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കാലാതിവർത്തിയാണ്. വ്യക്തിബന്ധങ്ങളുടെ പൊയ്മുഖം തുറന്നുകാട്ടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ, ഗൃഹസ്ഥന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് തന്നോടൊപ്പം നിൽക്കുന്നവരുടെ ആത്മാർത്ഥത മനസ്സിലാക്കുവാൻ പറ്റുന്നത്. സമൂഹമധ്യത്തിൽ ഉണ്ടായിരുന്ന ആദരവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ പരിചാരകരിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. തന്റെ സുരക്ഷിതത്വം നോക്കി പ്രവർത്തിക്കുന്നവരും ഉണ്ട് എന്നുള്ള വസ്തുത വിസ്മരിക്കുന്നില്ല. അതുപോലെ തന്നെ കഷ്ടതകളുടെ കാലത്ത് കൂടെ നിൽക്കാൻ അധികം ബന്ധുജനങ്ങളും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഏത് കഷ്ടതയിലും സഹായഹസ്തവുമായി ആത്മാർത്ഥ സ്നേഹത്തോടെ ഒപ്പം നിൽക്കുന്നവരെയും നാം കാണുന്നുണ്ട്. സ്നേഹിതന്മാരാകട്ടെ കൂടുതലും സന്തോഷത്തിൽ മാത്രം പങ്കുചേരുന്നവരാണ്. വിശ്വസ്തതയില്ലാത്ത ഭാര്യ തന്റെ ഭർത്താവിന്റെ സാമ്പത്തിക അധഃപതനത്തിന് ഒപ്പം നിൽക്കില്ല. സുഖ സൗകര്യങ്ങൾ തേടി അവർ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകും എന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ, നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയുടെ തനിനിറം മനസ്സിലാക്കണമെങ്കിൽ നാം ആപത്തിൽപ്പെടണം. നമ്മുടെ ജീവിതത്തിലെ കയറ്റിയിറക്കങ്ങളിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നാം സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമ്മെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും നിഷ്പ്രയാസം കണ്ടെത്താം. രോഗം ബാധിച്ച് കിടപ്പായാലും, ദാരിദ്ര്യവും കഷ്ടതയും നിർഭാഗ്യവും വന്നു ഭവിച്ചാലും, ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോഴും നമ്മെ ഉപേക്ഷിച്ചു പോകാതെ നമ്മോടൊപ്പം തന്നെ നിൽക്കുന്നവർ ആരാണോ അയാളാണ് ബന്ധു എന്ന് കരുതേണ്ടത്. ആരാണ് യഥാർത്ഥ ബന്ധു എന്നത് തന്റെ വീക്ഷണത്തിലൂടെ ചാണക്യൻ ഇവിടെ പറയുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സുഭിക്ഷതയിലാണ് ബന്ധുക്കൾ കൂടുതലായി ഉണ്ടാവുക. നമ്മുടെ രോഗാവസ്ഥയിൽ നമ്മെ പരിചരിക്കാനും ഒപ്പം നിൽക്കാനും ആദ്യമൊക്കെ ആളുകൾ ഉണ്ടാവുമെങ്കിലും ചിലരെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നത് നിത്യസംഭവങ്ങളാണ്. എന്നാൽ തങ്ങളുടെ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുവാൻ ഇങ്ങനെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരെയും കാണാറുണ്ട്. തങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിസ്മരിച്ച് അന്നപാനാദികൾ പോലും ഉപേക്ഷിച്ച് ശുശ്രൂഷിക്കുന്ന ബന്ധുക്കൾ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഒപ്പം നിൽക്കും. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവമേൽക്കാനോ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനോ ഇവർ അനുവദിക്കുകയില്ല. നാം ഓരോരുത്തരും ഒരു ചാണക്യൻ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു ബന്ധു ആകാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. സഹോദരന്റെ വിഷമതകൾ തന്റെയും കൂടിയാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുവാനും സാധിക്കും. സ്നേഹമോ രക്തബന്ധമോ ഉള്ളതുകൊണ്ട് ഒരാൾ വിശ്വസ്തനാകണമെന്നില്ല. ചിലർ അടുക്കുമ്പോൾ നമ്മളെ നഷ്ടപ്പെടുന്നു. ചിലർ അകലെ പോയാലാണ് നമ്മൾ നമ്മളാകുന്നത്.